എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവർ കണ്ടിട്ടുള്ള ഒന്നായിരിക്കും ലാക്സ് LES എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് GERDയുടെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിന്റെ ബുദ്ധിമുട്ടുകളുള്ള ആളുകളിൽ എൻഡോസ്കോപ്പി റിപ്പോർട്ടിൽ അവരുടെ റിസൾട്ടായിട്ട് താഴെ എഴുതിയിട്ടുണ്ടാകും ലാക്സ് LES, അതായത് ലോവർ ഈസോഫാഗൽ സ്ഫിഞ്ചർ ആണ് നമ്മൾ ഈ LES എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ നമ്മുടെ അന്നനാളവും ആമാശയവും കൂടെ കൂടി ചേരുന്ന ഭാഗത്തുള്ള ഒരു സ്ഫിഞ്ചറാണ്, ഒരു വാൽവ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഫിഞ്ചറാണ്. ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും, ആമാശയത്തിൽ നിന്നും ആസിഡോ ഭക്ഷണമോ ഒന്നും തിരിച്ച് അന്നനാളത്തിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ. ഇത് ലൂസായി കഴിഞ്ഞാൽ ഈ സ്ഫിഞ്ചർ പൂർണ്ണമായി അടയാതിരിക്കുകയോ അല്ലെങ്കിൽ അടഞ്ഞതിന് ശേഷം കുറച്ച് തുറക്കൽന്ന അവസ്ഥ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആമാശയത്തിൽ നിന്നും ആസിഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോ വീണ്ടും അന്നനാളത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് ഇവരുടെ കുളിച്ചുതട്ടലിന്റെ നെഞ്ചരിച്ചിലിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അടിക്കടി ഇങ്ങനെ ആമാശയത്തിൽ നിന്നും ഈ ആസിഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അന്നനാളത്തിലോട്ട് പ്രവേശിച്ചാൽ അത് അവിടെ നീർക്കെട്ടുണ്ടാക്കുന്നതിന്, ഈസോഫാജൈറ്റിസ്, ഇറോഷൻസ് ഉണ്ടാക്കുന്നതിന് ഒക്കെ കാരണമാകും. അപ്പോൾ ഇതാണ് ഈ ലാക്സ് LES ഉള്ള ആളുകൾ GERD മാനേജ് ചെയ്യുന്ന പോലെ തന്നെ വയറ് നിറച്ച് കഴിക്കാതിരിക്കുക, എപ്പോഴും അരവയർ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കഴിച്ച ഉടനെ കിടക്കാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, തലയുടെയും നെഞ്ചിന്റെയും ഭാഗം ഉയർത്തി വെച്ച് കിടക്കണം. GERDയുടെ മാനേജ്മെന്റിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇവരും കഴിക്കാനായിട്ട് പാടില്ല. മസാല, എരിവൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള മസാല ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും വളരെ മോഡറേറ്റ് അളവിൽ മാത്രമേ ഇവരുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ലാക്സ് LES എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ഫിഞ്ചറിന്റെ തകരാറാണ് എന്നുള്ളത് മനസ്സിലാക്കുക. താങ്ക് യു.